ഞങ്ങളെ കണ്ടതും മാമൻ വേഗത്തിൽ വന്ന് അകത്തേക്ക് സ്വീകരിച്ചു. ആദ്യേട്ടൻ ആദ്യമായിട്ട് വരുന്നതായതുകൊണ്ട് തന്നെ മാമൻ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട്. പിറന്നാൾ ആഘോഷത്തിന് കാര്യമായി ആരും ഇല്ലായിരുന്നു. അമ്മമ്മയുടെ മക്കളും പേരമക്കളും മാത്രം. അമ്മയും മാമനെയും കൂടാതെ അമ്മയുടെ ചേച്ചി കൂടിയുണ്ട് മക്കളായിട്ട്. സുധാമയ്ക്ക് 2 ആൺമക്കളും ഒരു മോളുമാണ്. സുധാമയുടെ മക്കളാണ് ആദ്യേട്ടന് കമ്പനി കൊടുക്കുന്നത്. അപ്പൂട്ടൻ പ്രത്യേകം വിട്ടു നിൽക്കുന്നത് ശ്രദ്ധിച്ചു. പവിയേച്ചിയെ കാണേണ്ടി വരൂ എന്നൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നെങ്കിലും അവൾക്ക് വരാൻ കഴിഞ്ഞില്ല എന്നറിഞ്ഞപ്പോൾ ആശ്വാസം തോന്നി. റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടത്രേ ഡോക്ടർ. കൂടുതലൊന്നും അറിയണം എന്ന് എനിക്കും തോന്നിയില്ല. അമ്മമ്മയുടെ പിറന്നാൾ വളരെ നന്നായി തന്നെ ആഘോഷിച്ചു. ആദ്യം കേക്ക് കട്ട് ചെയ്തു. പിന്നെ നല്ലൊരു ഊണും 2 തരം പായസവും. ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും ഒന്നിച്ചു കൂടിയപ്പോൾ അമ്മമ്മ വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു. എനിക്കും സന്തോഷം തോന്നി. വൈകുന്നേരമായപ്പോൾ ഞാനും ആദ്യേട്ടനും പോകാനിറങ്ങി. പക്ഷേ എല്ലാവരും ഇന്നിവിടെ നിൽക്കാൻ നിർബന്ധിച്ചു. സുധാമയും മക്കളും ഒന്നും ഇന്ന് പോകുന്നില്ലെന്ന്. അച്ഛനും അമ്മയും ഇന്നിവിടെ കൂടുവാണ്. സുധാമയുടെ മക്കളൊക്കെ വലിയ നിർബന്ധം ഇവിടെ നിൽക്കാൻ. ആൺമക്കൾ എനിക്ക് ഏട്ടന്മാരാണ്. എനിക്ക് നാളെ ഞായറാഴ്ച കോളേജ് അവധിയല്ലേ, പോകേണ്ടെന്ന്. അവസാനം അമ്മമ്മ കൂടെ നിർബന്ധിച്ചപ്പോൾ നിൽക്കാതെ തരമില്ലെന്നായി. ആദ്യേട്ടന് നാളെ എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. എന്നോട് അവിടെ നിന്നോളാൻ പറഞ്ഞിട്ട് ആദ്യേട്ടൻ പോയി. ആദ്യേട്ടൻ പോയതും എന്തോ ഒരു മൂകത പോലെ. ഏട്ടന്മാരൊക്കെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ നാട്ടിലെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി. സുധാമയുടെ ഇളയ കുട്ടി മോളാണ്. ആള് +1 ആയതേ ഉള്ളൂ. ഏട്ടന്മാർ പോയതിൽ പിന്നെ കുറച്ചു നേരം അമ്മമ്മയുടെ കൂടെ ഇരുന്നിട്ട് പിന്നെ മുകളിലോട്ട് കയറി. ഒരുപാട് നാൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഒരുപാട് ഓർമ്മകളുണ്ട് ഇവിടൊക്കെ. കൂടുതലും അപ്പൂട്ടനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഓർക്കാതിരിക്കാൻ ശ്രമിച്ചു. കണ്ണുകൾ ഇറുകെ അടച്ച് ഓർമ്മകളെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചു. എന്തോ ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കി ഞാൻ. തൊട്ടുപിറകിൽ അപ്പൂട്ടൻ. ഞെട്ടി 2 അടി പുറകോട്ട് പോയി ഞാൻ. എന്നെക്കുറിച്ചല്ലേ പാറു നീ ഓർത്തത്? സൗമ്യമായ സ്വരത്തോടെ അപ്പൂട്ടൻ ചോദിച്ചു. മറുപടി പറയാതെ ഞാൻ മുഖം തിരിച്ചു. എനിക്കറിയാം പാറു, നീ എന്നെക്കുറിച്ചാണ് ഓർത്തതെന്ന്. എന്നെ ഓർക്കാതിരിക്കാൻ നിനക്കാവില്ല. എത്ര തവണ ആരും കാണാതെ ഇവിടെ കൈകോർത്തിരുന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. ഏതോ ഓർമ്മയിൽ എന്ന പോലെ ഒരു പുഞ്ചിരിയോടെ അപ്പൂട്ടൻ എൻ്റെ മുഖത്തേക്ക് തന്നെ മിഴികൾ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൂട്ടൻ്റെ പെരുമാറ്റം എന്നെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി തുടങ്ങിയിരുന്നു. ധൃതിയിൽ ഞാൻ ബാൽക്കണിയിൽ നിന്നും അകത്തേക്ക് നടന്നു. അകത്തെത്തിയതും അപ്പൂട്ടൻ വീണ്ടും ഓടി വന്ന് എൻ്റെ മുന്നിൽ കയറി നിന്നു. ഓർമ്മയുണ്ടോ പാറു നിനക്ക്? ഒരു ദിവസം ഞാൻ നിന്നോട് ഉമ്മ ചോദിച്ചത്? അന്ന് നാണത്തോടെ എന്നെ തള്ളിമാറ്റി നീ ഓടിപ്പോയത് ഓർക്കുന്നുണ്ടോ? വീണ്ടും എൻ്റെ മുന്നിൽ നിന്ന് പ്രണയാർദ്രമായി നോക്കി അപ്പൂട്ടൻ പറഞ്ഞതും എൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി. വല്ലാതെ ദേഷ്യം നുരഞ്ഞു പോകാൻ തുടങ്ങി. കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് എനിക്കോ അപ്പൂട്ടനോ ഒരു ഗുണം ചെയ്യാൻ പോകുന്നില്ല. അപ്പൂട്ടൻ മുന്നിൽ നിന്ന് മാറി. വന്ന ദേഷ്യത്തെ പാടുപെട്ട് നിയന്ത്രിച്ചുകൊണ്ട് ഞാൻ അപ്പൂട്ടനോട് പറഞ്ഞു. മറികടന്ന് പോകാൻ നിന്ന എനിക്ക് വീണ്ടും കയറി തടസ്സം നിന്നു. എനിക്ക് ഇപ്പോഴും അവയൊക്കെ പ്രിയപ്പെട്ടതാണ് പാറു. നമ്മൾ ഒരുമിച്ച് ചിലവഴിച്ച ഓരോ നിമിഷവും എനിക്ക് ഇപ്പോഴും പ്രിയപ്പെട്ടതാണ്. എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ഭ്രാന്താണോ നിങ്ങൾക്ക്? ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് അപ്പൂട്ടനെ തള്ളിമാറ്റി ധൃതിയിൽ ഞാൻ പടികളിറങ്ങി. പക്ഷേ താഴെ ഇറങ്ങിയതും ഓടി വന്ന് അപ്പൂട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. ഭ്രാന്തല്ല പാറു, എനിക്കിഷ്ടമാണ് ഇപ്പോഴും. വീണ്ടും പറഞ്ഞു. നിയന്ത്രണം നഷ്ടപ്പെട്ടു നിൽക്കുകയായിരുന്നു ഞാൻ. ഇനിയും ഓരോന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്ക് തന്നെ അറിയില്ല. എൻ്റെ കയ്യിൽ നിന്ന് വിട്. അല്പം ഉറക്കെ തന്നെ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൈ പിടിക്കാൻ നോക്കി. പക്ഷേ അപ്പൂട്ടൻ കൈവിടാൻ കൂട്ടാക്കിയില്ല. അപ്പോഴേക്കും ബഹളം കേട്ട് എല്ലാവരും അങ്ങോട്ട് വന്നിരുന്നു. അപ്പു, എന്താ നീ കാണിക്കുന്നേ? പാറുവിൻ്റെ കയ്യിൽ നിന്ന് വിട്. നിറഞ്ഞൊഴുകിയ കണ്ണുകളോടെ കൈ വിടുവിക്കാൻ നോക്കുന്ന എന്നെ കണ്ടു എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അമ്മായി ദേഷ്യത്തിൽ അപ്പൂട്ടനോട് പറഞ്ഞു. ആരും ഇതിൽ ഇടപെടണ്ട, ഞങ്ങൾക്കിടയിൽ ഉള്ളത് ഞങ്ങൾ തീർത്തോളാം. എൻ്റെ കൈ വിടാതെ തന്നെ അപ്പൂട്ടൻ ദേഷ്യത്തിൽ പറഞ്ഞു. എന്താടാ കാണിക്കുന്നത്? വിടവളെ, മാമനാണ്. എന്നിട്ടും അപ്പൂട്ടന് യാതൊരു കുലുക്കവും ഇല്ലായിരുന്നു. എന്താ അപ്പു പ്രശ്നം? അവളെ വിട്. എന്താ കാര്യമെന്ന് പറ. അമ്മയാണ്. അപ്പൂട്ടൻ അസ്വസ്ഥതയോടെ എൻ്റെ കൈ വിട്ടു. നിങ്ങളൊക്കെ തന്നെയാണ് പ്രശ്നം. നിങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ പ്രശ്നം. നിങ്ങളൊക്കെ തന്നെയാണ് എല്ലാത്തിനും കാരണം. ഞങ്ങളെ തമ്മിൽ അകറ്റിയത് നിങ്ങളൊക്കെയാ. ദേഷ്യത്തിൽ അപ്പൂട്ടൻ വിറയ്ക്കുകയായിരുന്നു. അപ്പൂട്ടൻ്റെ ഭാവമാറ്റം കണ്ട് ഞാൻ ആകെ ഞെട്ടി. എല്ലാവരുടെയും അവസ്ഥ അതുതന്നെ. എന്താടാ പറയുന്നത് നീ? അമ്മായി വീണ്ടും ചോദിച്ചു, ഒന്നും മനസ്സിലാകാതെ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഇപ്പോഴും ഇഷ്ടാ എനിക്കവളെ. നിങ്ങളൊക്കെ പറഞ്ഞത് അന്ന് വിശ്വസിച്ചിട്ടാണ് എനിക്കവളെ കൈവിടേണ്ടി വന്നത്. ഇത്തവണ എല്ലാവരും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. എന്തൊക്കെയാ അപ്പോൾ നീ വിളിച്ചു പറയുന്നേ? ദയനീയമായി മാമൻ ചോദിച്ചു.
സത്യമാ പറഞ്ഞത്. സംശയമുണ്ടെങ്കിൽ അമ്മമ്മയോട് ചോദിക്കുക അച്ഛൻ. അമ്മമ്മയ്ക്കറിയാം ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം. പവിയുടെ കാര്യത്തിൽ എല്ലാവരെയും പോലെ ഞാനും അവളെ അവിശ്വസിച്ചു. അതിനുള്ള ശിക്ഷ തരുന്നതാ അവളെനിക്ക്. എനിക്ക് മാപ്പ് തന്നാൽ തീരാവുന്ന പിണക്കമേ ഉള്ളൂ അവൾക്കെന്നോട്. എനിക്കറിയാം പാറുവിൻ്റെ മനസ്സ്. അപ്പൂട്ടൻ്റെ വാക്കുകൾ എന്നെ ചുട്ടുകരിക്കുന്നതായി തോന്നി. കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു എൻ്റെ. എന്താ പാറു ഇതൊക്കെ? സത്യമാണോ കേൾക്കുന്നത്? അമ്മയാണ്. ഭാഗ്യം. ഇത്തവണ ഒന്ന് ചോദിക്കാനെങ്കിലും മനസ്സ് കാണിച്ചല്ലോ. ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പറയൂ പാറു, നിനക്കെന്നെ ഇഷ്ടമാണെന്ന്, എന്നെ നിനക്ക് മറക്കാൻ പറ്റില്ലെന്ന്. അപ്പൂട്ടൻ വീണ്ടും പറഞ്ഞതും എൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ഒരിക്കൽ കൂടെ അപ്പൂട്ടൻ ഭ്രാന്ത് വിളിച്ചു പറഞ്ഞാൽ എൻ്റെ കൈ നിങ്ങളുടെ മുഖത്ത് പതിയും. വിരൽ ചൂണ്ടി ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന മുഖത്തോടെ ഞാൻ പറഞ്ഞു. എങ്കിൽ പറയേ, ഞാനിവിടെ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന്. പറയാൻ അപ്പൂട്ടൻ രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നി. കള്ളമല്ല, ശരിയാണ്. ഇഷ്ടത്തിലായിരുന്നു. എല്ലാവരെയും പോലെ എന്നെ നിങ്ങളും തള്ളിക്കളയുന്നതുവരെ എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു. അതുവരെ എല്ലാം സത്യമാണ്. അന്ന് എന്നെ ഒറ്റപ്പെടുത്തിയ അന്ന് മരിച്ചതാണ് എൻ്റെ പ്രണയം. മനസ്സിൻ്റെ ഒരു കോണിൽ പോലും നിങ്ങളില്ല. ശബ്ദമുയർത്തി തന്നെ മറുപടി പറഞ്ഞു. നിന്റെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റിന് എന്നെ എന്തിനാ പറഞ്ഞു നീ ശിക്ഷിക്കുന്നേ? ദയനീയമായിരുന്നു ആ സ്വരം. അച്ഛൻ്റെയും അമ്മയുടെയും മുഖം കുനിഞ്ഞിട്ടുണ്ട്. പുച്ഛം തോന്നി എനിക്ക്. കഴിഞ്ഞ കാര്യങ്ങൾ ഇനി പറയണ്ട എന്ന് ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പൂട്ട. നിങ്ങളോട് ക്ഷമിച്ചെന്ന് കരുതിയോ പുറത്തു എന്ന് കരുതിയോ ഞാൻ ആദ്യേട്ടൻ്റെ ഭാര്യ അല്ലാതാവുന്നില്ല. അറിയോ നിങ്ങൾക്കൊക്കെ, ഞാനെന്ത് ജീവനോടെ ഇരിക്കുന്നത് തന്നെ ആ കുടുംബം കാരണമാണ്. ആട്ടി ഇറക്കാമായിരുന്നിട്ടും ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് ആ അമ്മയും മകനും. ഇപ്പോഴും എനിക്ക് തരുന്ന സ്നേഹം എനിക്ക് ജന്മം നൽകിയവരെക്കാൾ ആണ്. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് അമ്മയാവേണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കിയത് ആ അമ്മയിലൂടെയാണ്. ജീവിതം ഒരു ചോദ്യചിഹ്നമായി നിന്നിട്ട് പോലും ആദ്യേട്ടൻ എന്നെ കൈവിട്ടിട്ടില്ല. ഇന്നും എന്നും ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. മരണം വരെ ആദ്യേട്ടനല്ലാതെ മറ്റാരും എൻ്റെ മനസ്സിലുണ്ടാവില്ല. എന്തു സംഭവിച്ചാലും അതിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. എന്തിനാടാ ഇനിയും എന്നെ വേദനിപ്പിക്കുന്നേ? ആർക്കെന്ത് ദ്രോഹമാണ് ചെയ്തത് ഞാൻ? എല്ലാവർക്കും പഴയ പാറുവിനെ തിരികെ വേണമല്ലേ? നിങ്ങളൊക്കെ ചേർന്നല്ലേ പാറുവിൻ്റെ ചിതയൊരുക്കിയത്? മരിച്ചവർ തിരികെ വരുമോ? ഇതെൻ്റെ പുനർജന്മമാണ്. എൻ്റെ ടീച്ചറമ്മയും ആദ്യേട്ടനും എനിക്ക് തന്ന പുതുജീവൻ. ഈ ആയുസ് അവർക്കുള്ളതാ. അവരുടെ കൂടെയാ എൻ്റെ സന്തോഷം. പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും പൊട്ടിക്കരിഞ്ഞു പോയി ഞാൻ. കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം ഒഴുക്കി വിടുകയായിരുന്നു ഞാൻ. അമ്മയുടെ കരച്ചിൽ കേൾക്കാം. അമ്മമ്മ അകത്തെ മുറിയിൽ ഉറക്കമാണ്. അമ്മായിയും സുധാമയും കരച്ചിലിൻ്റെ വക്കോളമുണ്ട്. അച്ഛൻ്റെ മുഖത്ത് കുറ്റബോധം. അപ്പൂട്ടൻ്റെ തല കുനിഞ്ഞിരിപ്പുണ്ട്. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടണം. ജീവിക്കണം എനിക്ക് എൻ്റെ സന്തോഷത്തിന്. ആരുടെയും സ്നേഹം എനിക്ക് വേണ്ട. ഉപദ്രവിക്കാതിരുന്നാൽ മതി. തറയിൽ മുട്ടുകുത്തിയിരുന്ന് കൈകൂപ്പി കരച്ചിലോടെയാണ് ഞാൻ പറഞ്ഞു തീർത്തത്. കരച്ചിലൂടെ അമ്മ എൻ്റെ തോളിൽ തൊട്ടു. കൈ തട്ടിമാറ്റി അകത്തെ മുറിയിലേക്ക് ഞാൻ ഓടിക്കയറി. കതകടച്ചു. കണ്ണുകളടച്ച് കണ്ണീരോടെ അല്പനേരം ഇരുന്നു. മടുത്തു എല്ലാം. അല്പനേരത്തിന് ശേഷം ഏതോ ചിന്തയിൽ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ഫോൺ കയ്യിലെടുത്തു. ആദ്യേട്ടൻ്റെ കോണ്ടാക്ട് നമ്പറിൽ തൊട്ടു. ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ. മറുപുറത്തു നിന്ന് മറുപടി വന്നു. എന്നെ കൊണ്ടുപോകുമോ? ഇപ്പോൾ വന്ന് കൊണ്ടുപോകുമോ? എനിക്കിവിടെ നിൽക്കണ്ട. എന്നെ കൊണ്ടുപോ. കരച്ചിലോടെ ഞാൻ പറഞ്ഞു. ആദ്യേട്ടൻ വെപ്രാളത്തോടെ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മറ്റൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ലായിരുന്നു. അത് മനസ്സിലാക്കിയെന്നവണ്ണം ഉടനെ വരാമെന്ന് പറഞ്ഞ് കാൾ കട്ട് ചെയ്തു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞു കാണും. ആദ്യേട്ടൻ്റെ കാറിൻ്റെ ഹോൺ ശബ്ദം കേട്ടു. ആരോടും യാത്ര പോലും പറയാതെ ഞാൻ ഇറങ്ങി. വണ്ടിയിൽ കയറിയപ്പോഴും ആദ്യേട്ടൻ പരിഭ്രാന്തിയോടെ നോക്കുന്നുണ്ടായിരുന്നു. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോഴും വീട്ടിൽ പോവാ എന്ന് മാത്രം മറുപടി പറഞ്ഞു. പിന്നീടൊന്നും ചോദിച്ചില്ല. എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാവണം. വീട് അടുക്കാറായപ്പോൾ ഒരു കടയുടെ മുന്നിൽ വണ്ടി നിർത്തി. നേരം ഇരുട്ടിയിരുന്നു. ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി എൻ്റെ സൈഡ് ഡോർ തുറന്ന് എന്നോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. മുഖമൊക്കെ കഴുകൂ, അമ്മയ്ക്ക് ടെൻഷനാവും തന്നെ ഇങ്ങനെ കണ്ടാൽ. വെള്ളം എനിക്ക് നേരെ നീട്ടി ആദ്യേട്ടൻ പറഞ്ഞു. ശരിയാണെന്ന് എനിക്കും തോന്നി. വെള്ളം വാങ്ങി വേഗത്തിൽ മുഖം കഴുകി. വീണ്ടും യാത്ര തുടർന്നു. വീട്ടുമുറ്റത്ത് ഇറങ്ങിയതും ആർക്കും ഒന്നും മനസ്സിലാകാതിരിക്കാൻ പരമാവധി ചിരി മുഖത്ത് വരുത്തിയാണ് അകത്ത് കയറിയത്. എന്നിട്ടും അമ്മയ്ക്ക് എന്തോ സംശയം തോന്നിയിരുന്നു. എന്താ മുഖമൊക്കെ വല്ലാതെ? എന്തു പറ്റി? ടീച്ചറമ്മ സംശയത്തോടെ ചോദിച്ചു. അവൾക്ക് തലവേദനയാമേ. എനിക്ക് മുന്നേ ആദ്യേട്ടൻ രക്ഷയ്ക്കെത്തി. ആണോ? എന്നാ മോള് പോയി കുറച്ചു നേരം കിടന്നു. കേൾക്കേണ്ട താമസം ഞാൻ മുകളിലേക്ക് പോയി. കട്ടിലിരുന്നു. കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുടങ്ങി. സാവകാശം അവ പെയ്തു തുടങ്ങി. കണ്ണുനീർ വറ്റാത്ത ഒരു ഉറവയാണെന്ന് തോന്നി. അല്പനേരം കഴിഞ്ഞ് ആരോ വാതിൽ തുറക്കുന്നത് പോലെ തോന്നിയതും ഞാൻ ഞെട്ടി എഴുന്നേറ്റു. ആദ്യേട്ടനാണ്. ആളൊന്നും മിണ്ടാതെ അകത്ത് കയറി മുറി ലോക്ക് ചെയ്തു. അടുത്തോട്ട് വന്നു. ഞാൻ മുഖം കുനിച്ചു.
മുഖത്തോട്ട് നോക്ക്. ഗൗരവത്തോടെ കൈകൾ നെഞ്ചിൽ പിണഞ്ഞു കെട്ടി ആദിയേട്ടൻ നിന്നു. പതുക്കെ മുഖമുയർത്തി. പറയ്, എന്താ ഉണ്ടായേ? ആദിയേട്ടൻ ചോദിച്ചപ്പോൾ ഞാനൊന്ന് ദീർഘനിശ്വാസം എടുത്തു പറഞ്ഞു തുടങ്ങി. അപ്പുവേട്ടനുമായി ബന്ധപ്പെട്ടതല്ല നേരത്തെ ഉണ്ടായിരുന്ന ഇഷ്ടവും പിരിഞ്ഞതും മുൻപ് വീട്ടിൽ പോയപ്പോൾ പറഞ്ഞതും ഇന്നുണ്ടായ സംഭവത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ആദിയേട്ടൻ്റെ മുഖത്ത് വല്ലാത്ത ഞെട്ടലാണ്. പറഞ്ഞ് അവസാനിച്ചതും കരഞ്ഞുപോയി ഞാൻ. എല്ലാവർക്കും എന്നെ പഴയതുപോലെ തിരികെ വേണമെന്ന്. പഴയ ഞാൻ ഇപ്പോൾ ഇല്ല ആദിയേട്ടാ. എനിക്ക് പഴയ ഞാൻ ആവേണ്ട. എനിക്കിവിടെ മതി. നിങ്ങളൊക്കെ മതി. എന്നെ ആർക്കും വിട്ടുകൊടുക്കരുത്. എന്നെ കൈവിട്ട് കളയല്ലേ. നിങ്ങളൊക്കെ ഉള്ളൂ എനിക്ക് അതുമാത്രമേ വേണ്ടൂ. എന്നെ വിട്ടുകളയുമോ? ഇങ്ങനെ എന്തൊക്കെയോ പദം പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. ആദിയേട്ടൻ അല്പനേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. പക്ഷെ കുറച്ചു നിമിഷങ്ങൾക്കപ്പുറം ആദിയേട്ടൻ അടുത്തേക്ക് നീങ്ങി നിന്നു. രണ്ട് തോളിലും കൈവച്ചു. പാറു, മുഖത്തേക്ക് നോക്കൂ. ശാന്തമായിരുന്നു സ്വരം. ഞാൻ മുഖമുയർത്തിയില്ല. ഒരു കൈകൊണ്ട് താടിത്തുമ്പിൽ പിടിച്ചു മുഖമുയർത്തിച്ചു. വാത്സല്യത്തോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി. രണ്ട് കൈകൊണ്ടും കണ്ണുനീർ തുടച്ചു തന്നു. കൈക്കുമ്പിളിൽ എൻ്റെ മുഖം കോരിയെടുത്തു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞെന്ന് കരുതി വിട്ടുകളയുമോ ഞാൻ? ആരെങ്കിലും വന്ന് ചോദിച്ചാൽ വിട്ടുകളയുമോ? എൻ്റെ അല്ലേ, എൻ്റെ മാത്രം. ഞെട്ടലോടെ മുഖമുയർത്തി ഞാൻ. കണ്ണുകളിൽ കണ്ട പ്രണയം ഒരുമാത്ര എൻ്റെ തോന്നലാണെന്ന് ഞാൻ സംശയിച്ചു. അടുത്ത നിമിഷം അതേ ചേർത്ത് പിടിക്കലോടെ എൻ്റെ നെറ്റിയിൽ ചുണ്ടമർത്തി. എൻ്റേതാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കും വിധം നെഞ്ചോടമർത്തി ചേർത്ത് പിടിച്ചു. കൈവിടില്ലെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട്. ഞാനൊരു സ്തംഭനാവസ്ഥയിലായിരുന്നു. സത്യമോ സ്വപ്നമോ എന്നറിയാൻ വയ്യാത്ത വിധമൊരു സ്തംഭനാവസ്ഥയിൽ.